കേട്ടറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് DE ഓഫീസിന് മുന്നിൽ അധ്യാപകരുടെ നീണ്ട ക്യൂ. വേണ്ടത്ര ക്രമീകരണങ്ങളില്ലാത്തതിനാൽ അധ്യാപകർ പ്രതിഷേധിച്ചു. എല്ലാ അധ്യാപകരെയും ഒരുമിച്ച് വിളിച്ച് കാരണം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് നാഥനില്ലാ കളരിയായി മാറിയെന്ന് KSTA പ്രതികരിച്ചു. ഈ റിപ്പോർട്ട് കാണാം. ശേഷം ആംചി മുംബൈ. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് DE ഓഫീസിന് മുന്നിലാണ്. ഇവിടെ ഈ കാണുന്ന നീണ്ട നിര ഈ അധ്യാപകരുടെയാണ്. ഈ അധ്യാപകർ എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടി, പരിപാടി കാണുന്നതിന് വേണ്ടി തള്ളിക്കയറാൻ വന്നവരൊന്നുമല്ല. ഈ കേട്ടക്കിൻ്റെ വെരിഫിക്കേഷൻ ഇന്നിവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഈ DE ഓഫീസിൽ എത്തിയതാണ്. ഇന്നലെ മാത്രമാണ് അറിയിപ്പ് കിട്ടിയതെന്നും ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായിട്ടുള്ള പലതരം ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ തന്നെ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ ഒരു വലിയൊരു തിരക്കാണ്. അധ്യാപകരാണ്, കുട്ടികൾക്കും മറ്റുള്ളവർക്കും വിദ്യ പകർന്നു കൊടുക്കുന്ന അധ്യാപകരാണ്. അവരാണ് ഈ മഴയത്ത് കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് അവർ ജോലിക്ക് കയറിയ മുതലുള്ള സർട്ടിഫിക്കറ്റ് വേണം, 10ാം ക്ലാസ്സിലെ SSLC സർട്ടിഫിക്കറ്റ് എല്ലാം വേണമെന്നാണ് ഇപ്പോൾ അധികൃതർ ആവശ്യപ്പെടുന്നതെന്നുള്ളതാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മഴയും ഇവിടെ പെയ്യുന്നുണ്ട്. ഇവിടെ ടീച്ചറിനെ ചോദിക്കാം. ടീച്ചർ എങ്ങനെയാണ് ഇത് എപ്പോഴാണ് വന്നത്? ഞങ്ങൾ രാവിലെ 10 മണിക്ക് എത്തിയതാണ് ഇവിടെ. എന്നായിരുന്നു ഇതിൻ്റെ അറിയിപ്പ് കിട്ടിയത്? ഇന്നലെയാണ്. ഇന്നലെ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. ഈ തിരക്ക് നിയന്ത്രിക്കുവാൻ വേണ്ടി പോലീസിനെ വരെ വിളിച്ചു നിർത്തേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ അധികൃതർ വന്നിട്ട് അവരെ സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പോലും ഉദ്യോഗാർത്ഥികൾ ആ സർട്ടിഫിക്കറ്റ് കൈമാറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അവർ ടോക്കൺ അനുസരിച്ച് അകത്ത് കയറുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. എന്തായാലും രാവിലെ മുതൽ നിൽക്കുന്ന അധ്യാപകരുടെ ഒരു നീണ്ട നിരയാണ് കോഴിക്കോട് DE ഓഫീസിന് മുന്നിൽ കാണാൻ കഴിയുന്നത്. ഈ സർട്ടിഫിക്കറ്റുകളുമായി ആദ്യം മുതലുള്ള അവർ പഠിച്ചുകൊണ്ടിരുന്ന തുടക്കം മുതലുള്ള സർട്ടിഫിക്കറ്റ്, അധ്യാപന ജോലിയിൽ കയറിയപ്പോൾ ഉണ്ടാകുന്ന അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരണമെന്നുള്ള ഒരു അറിയിപ്പാണ് ലഭിച്ചത്. നമ്മളിപ്പോൾ ഈ കോഴിക്കോട് ഇപ്പോൾ മഴ പെയ്യുന്ന ഒരു സമയമാണ്. ഇന്നലെ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം. നീണ്ട നിരയാണ്. ഈ അധ്യാപകരുടെ ഈ നീണ്ട നിര മെയിൻ റോഡ് വരെ നീളുന്ന ഒരു നിരയാണ്. ഇത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ ദുരന്തം തന്നെ പറയാം. കാരണം നാഥനില്ലാ കളരിയാണ്. പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തണമെന്നോ അതിനെ സംരക്ഷിക്കണമെന്നോ നിലപാടില്ലാത്ത ഭരണകൂടത്തിൻ്റെ അതിൻ്റെ ദുരന്തത്തിൻ്റെ ഏറ്റവും പ്രത്യാഘാതമാണ് ഇവിടെ കാണുന്നത്. ഇപ്പം പ്രശ്നം ആളുകൾ തന്നെ വരി തെറ്റി ചേർന്ന് ഒരു നിയന്ത്രിക്കാൻ ആളില്ലാത്ത പോലെ. ഇവിടെ ഭൂരിഭാഗം ഓൾറെഡി വെരിഫിക്കേഷൻ കഴിഞ്ഞ ആൾക്കാരാണ്. ഇത് സർക്കാരിന് എടുക്കാവുന്നുള്ളൂ. അത് എടുക്കാത്തതാണ് ഈ പ്രശ്നം. ഞാൻ ഇടുക്കി ബൈസൺ വാലി സ്കൂളിലെ ഹെഡ് മിസ്സസ് ആയിട്ട് ജോലി ചെയ്യുകയാണ്. ഇവിടെ നിന്ന് പ്രൊമോഷൻ കിട്ടി പോയതാണ്. ഈ വെരിഫിക്കേഷന് വേണ്ടി മാത്രമാണ് ഇന്നൊരു ദിവസം ലീവ് എടുത്ത് ഇവിടെ വന്നത്. ഇവിടെ ഒരു വ്യക്തത ഇല്ലാണ്ട് കാറ്റഗറി 1, 2, 3, 4 ഒരു 4 ലൈനാക്കി നിർത്തുകയോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് ഈ സംവിധാനം ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മാറ്റുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഇതുപോലെ ഇടുക്കിയിൽ നിന്ന് വന്ന് ഒരു കേട്ടറ്റ് വെരിഫിക്കേഷൻ വീട് ഇവിടെ ആയതുകൊണ്ടാണ് കോഴിക്കോട് പരീക്ഷ എഴുതിയത്. അതെ, പ്രതികൂലമായ കാലാവസ്ഥയാണ് കോഴിക്കോടുള്ളത്. ആ ഒരു പ്രതികൂലമായ കാലാവസ്ഥയിലാണ് ഇങ്ങനെ ഒരു നീണ്ട നിര, അധ്യാപകരുടെ നീണ്ട നിര ഇതുമായി ബന്ധപ്പെട്ട് വരിക്കുന്നത്. രാവിലെ വന്ന് നിൽക്കുന്നുണ്ട്. അവരെന്താണ് പറഞ്ഞത്? അവിടെ എത്തിയിട്ടില്ല. ആരെയും കണ്ടിട്ടില്ല, ഒഫീഷ്യൽസിനൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ അവിടെ നടന്ന് ഏകദേശം 500 മീറ്ററോളം നടന്ന് ഇപ്പോൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും നീണ്ട ക്യൂ ആണ്. ഇനി അടുത്ത ബസ് സ്റ്റോപ്പ് വരെ നീളുന്ന ഒരു ക്യൂ ആണ് നമുക്ക് പുറകിൽ കാണാൻ പറ്റുന്നത്. എന്തായാലും വെയിൽ വരുന്നുണ്ട്, ഇടയ്ക്ക് മഴയും വരുന്നുണ്ട്. അതെല്ലാം സഹിച്ചാണ് ടീച്ചർമാർ നിൽക്കുന്നത്. ടീച്ചറെ എന്താണ് പറയുന്നത്? വല്ലതും കഴിച്ചായിരുന്നോ? ഒന്നും കഴിച്ചില്ല, നല്ല വിശന്നിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, ക്ഷീണിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്തെങ്കിലും സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. നമ്മളോട് ഇവിടെ വരാൻ പറഞ്ഞു. വരുമ്പോഴേ നീണ്ട ക്യൂ കണ്ട് ക്യൂവിൽ കയറി നിന്നു. എന്തായാലും നടപടികൾ പെട്ടെന്ന് വേഗത്തിലാക്കാൻ വേണ്ടി നമുക്ക് എന്തായാലും ആഗ്രഹിക്കാം. മഴയത്തും വെയിലത്തും അവരുടെ ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഒരു അധ്യാപക സമൂഹം തന്നെയാണ് നമ്മുടെ ബാക്കിൽ നിൽക്കുന്നത്. എന്തായാലും നാഥനില്ല കളരിയായി മാറുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റും. അധ്യാപകരുടെ പ്രതികരണത്തിൽ നിന്ന് അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.